അപ്പോസ്തലപ്രവൃത്തി 20:24 എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ പ്രഭാതവന്ദനം. കർത്താവിൻ്റെ അടിമയായി സമർപ്പിച്ചാൽ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ആഗ്രഹവും സമർപ്പണവും പൗലോസ് അപ്പോസ്തലൻ തൻ്റെ തീരുമാനമായും തൻ്റെ ആഗ്രഹവുമായി പറയുന്നതാണ് ഈ കാര്യം. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ച ശുശ്രൂഷയും എനിക്ക് തികയ്ക്കണം എന്നേ ഉള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നതിനെയെല്ലാം ഞാൻ തട്ടിമാറ്റിക്കളഞ്ഞ് വിട്ടോടേണ്ട ചില തടസ്സങ്ങളെ വിട്ടോടി എൻ്റെ ഓട്ടം ഓടി പൂർത്തിയാക്കും. കർത്താവായ യേശു ക്രിസ്തു എന്ന യജമാനന് സ്വയം സമർപ്പിച്ച അടിമയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. സമർപ്പിതനും വിശ്വസ്തനുമായ ഒരു അടിമയുടെ തീരുമാനം ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നുള്ളതാണ്. യജമാനനെ വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും സേവിക്കുക എന്നുള്ളതാണ് ഒരു അടിമയുടെ കടമ. പൗലോസിന് തൻ്റെ ജീവിതം കർത്താവിനുള്ള സേവനമായിരുന്നു. ഒരു ദൈവപൈതലിന്റെ ജീവിതം സേവനമാകുന്നില്ലെങ്കിൽ ആ ജീവിതം ഫലകരമായ ജീവിതമാകുന്നില്ല. ഒരുവന്റെ സേവനം ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ലെങ്കിൽ ആ സേവനം ആത്മാർത്ഥമായ സേവനമാകുകയില്ല. ഈ ദർശനമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ജീവിതവും സേവനവും. കർത്താവിന് വേണ്ടി മാത്രമുള്ളതായി താൻ സമർപ്പിച്ചതും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണാതെ എൻ്റെ ഓട്ടവും ശുശ്രൂഷയും തികയ്ക്കണം എന്ന ആഗ്രഹമേ എനിക്കുള്ളൂ എന്ന് തന്നെ പ്രസ്താവിക്കുവാൻ പ്രാപ്തനാക്കിയതിൻ്റെ കാരണം. പ്രിയരെ, ജീവിതത്തെ ഒരു ഓട്ടക്കളത്തിലെ ഓട്ടക്കാരൻ്റെ ഓട്ടത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ ഉപമിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്നാണ് ആ ലേഖനത്തിൽ, ആ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകി തരുന്ന ഒരു ഉപദേശം. കർത്താവിനെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരെല്ലാം ഞാൻ കർത്താവിൻ്റെ അടിമ എന്ന് സ്വയം സമർപ്പിച്ച് കർത്താവിനെ സേവിക്കണം. കർത്തൃസേവ തികയ്ക്കുവാൻ പൗലോസിനെ പോലെ നമ്മിലും ശക്തമായ ഒരു ആഗ്രഹവും സമർപ്പണവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരുവൻ സ്വയം സമർപ്പിതനായി ആ കർത്തൃസേവ ചെയ്യുമ്പോൾ അത് പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഓട്ടം നടത്തിക്കൊണ്ടിരിക്കെ അതിന് തടസ്സവാദം ഉന്നയിച്ച് നിരവധി തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് സാധാരണമാണ്. തനിക്ക് നേരിട്ടിട്ടുള്ള തടസ്സങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് തൻ്റെ അനുഭവത്തെ സാക്ഷിക്കുന്നത്. എന്നാലും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും എൻ്റെ ഓട്ടം പൂർത്തിയാക്കുവാനും വേല തികയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സേവിക്കുവാൻ മടി കൂടാതെ, ഒന്നും ഭയപ്പെടാതെ, എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ, എൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളെ വകവയ്ക്കാതെ ഞാൻ മുൻപോട്ട് ഓടുകയാണ്. തൻ്റെ മുൻപിലുള്ള തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും കഷ്ടതകളെയും അതിജീവിച്ച് മുൻപോട്ട് കാൽച്ചുവട് വയ്ക്കുവാൻ താൻ തയ്യാറാകുകയാണ്. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി താൻ യെരൂശലേമിലേക്ക് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പോകുക എന്നുള്ളത് ദൈവാത്മാവിനെ നടത്തിപ്പാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ താൻ ബഹുവിധ കഷ്ടങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വരുമെന്നും ആത്മാവിനാൽ പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു.
താൻ ആ സമയം യെരുശലേമിൽ പോകുന്നത് ഏറെ അപകടകരമായിരുന്നു. ആദ്യം മുതൽ തന്നെ അവിടുത്തെ പരീശന്മാരും ശാസ്ത്രിമാരും പൗലോസിനെ കൊല്ലുവാൻ തുനിഞ്ഞു വന്നവരായിരുന്നു. ഏതായാലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് യെരുശലേമിൽ പോകുവാൻ തന്നെ ഉറച്ചു. ജാതികളിൽ നിന്നുള്ള സംഭാവന യെരുശലേം സഭയിലെ എത്തിക്കുന്ന കാര്യത്തിൽ അത് തൻ്റെ കടമയാണെന്ന് താൻ കണ്ടു. പൗലോസ് കൊരിന്ത്യയിലായിരുന്നപ്പോൾ യഹൂദയിലുള്ള അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോമയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് യെരുശലേമിൽ പോകാതെ തിരിച്ചു പോകണമെന്ന് തന്നെ സ്നേഹിക്കുന്ന വിശ്വാസികൾ നിർബന്ധിച്ചിരുന്നു. കാരണം യെരുശലേമിൽ താൻ നേരിടാൻ പോകുന്ന കഷ്ടങ്ങളും പീഡകളും ആത്മാവ് വെളിപ്പെടുത്തിയിരുന്നതിനാലാണത്. എന്നാൽ പൗലോസ് ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് താൻ മുൻപോട്ടോടി. പീഡനമോ മരണമോ കഷ്ടതയോ ഒന്നും ഓർത്ത് പൗലോസ് ഭയപ്പെട്ടില്ല, പിന്മാറിപ്പോയില്ല. തൻ്റെ ഏക ലക്ഷ്യം തൻ്റെ ഓട്ടം തികയ്ക്കണം, തൻ്റെ വേല പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു. അവസാനം തൻ്റെ ഓട്ടം തികച്ച് വിശ്വാസം കാക്കണം എന്ന തൻ്റെ ആഗ്രഹം സാധിച്ചു. തടസ്സങ്ങളെ തരണം ചെയ്തവൻ അവസാനം സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന്. കൂടപ്പിറപ്പുകളെ, നാം ക്രിസ്തുവിൻ്റെ അടിമയായി നമ്മെ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതവും നമ്മുടെ സേവനവും ആത്മാവിനെ നടത്തിപ്പിനാൽ തടസ്സങ്ങളെ കണ്ട് ഭയന്ന് പിന്മാറാതെ മുൻപോട്ട് നയിക്കുവാനാകുകയുള്ളൂ. പൗലോസിനെ പോലെ ഓട്ടം ഓടിത്തീർത്ത് വിശ്വാസം കാത്ത് വേല തികയ്ക്കുവാൻ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വിശ്വസ്തയോടെ കർത്താവിനെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ആലോചനകൾ ഞങ്ങൾ കേൾക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ സേവയിൽ ഞങ്ങൾ കർത്താവിൻ്റെ അടിമകളായി തന്നെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവ് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാൻ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഒന്നും കണ്ടും കേട്ടും പിന്മാറി നിൽക്കാതെ, ദൈവഹിതത്തിൽ നിന്ന് പിന്മാറിപ്പോകാതെ കാൽച്ചുവടുകൾ വിശ്വാസത്തോടെ മുൻപോട്ട് വെക്കുവാൻ, ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ വലിയ കൃപ പകർന്നാണ്. ഇന്ന് പകലിൽ ജനം വിടുവിക്കപ്പെടാൻ, ജനം അനുഗ്രഹിക്കപ്പെടാൻ, ജനസൗഖ്യം പ്രാപിക്കാൻ കൽപ്പിക്കണമേ. ആ വിടുതൽ അനുഭവിച്ച്, ആ സൗഖ്യം അനുഭവിച്ച് കർത്താവിനെ സേവിക്കുവാൻ ഞങ്ങളെ ഉപയോഗിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട്, നിറച്ചാട്ട്. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യാം. മാറാനാഥ.